നവജാത ശിശുക്കളെ വിൽപ്പന നടത്തിയ കേസിൽ പ്രതി തമിഴ്നാട് സ്വദേശി മൂപ്പിലി രാജയെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുക്കും. നിലവിൽ ഈരാറ്റുപേട്ടയിൽ റിമാൻഡിലുള്ള പ്രതിയെ മുട്ടം കോടതിയിൽ ഹാജരാക്കിയ ശേഷമാകും പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങുക. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരവുമായി ചേരുന്നു. പറയൂ ടോബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഒരു നിർണായക ഒരു ഘട്ടത്തിലേക്കാണ് ഈ കേസ് കടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് പോലീസിന് ചില വ്യക്തതകൾ വന്നത്. അതായത് ഒരു ഗർഭിണിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈരാറ്റുപേട്ടയിൽ ആദ്യത്തെ കേസെടുത്തത്. പ്രസവിക്കുന്ന കുട്ടിയെ വിൽക്കാമെന്നായിരുന്നു ഇവരുടെ ഒരു നീക്കം. ആ പ്രസവിക്കുന്ന കുട്ടിയെ വിൽക്കാനായിരുന്നു നീക്കം. എന്നാൽ അതിനപ്പുറത്തേക്ക് 2 കുട്ടികളെ വിറ്റു എന്നുള്ളത് കണ്ടെത്തുകയായിരുന്നു പോലീസ്. അതിലൊന്ന് തൊടുപുഴയിൽ ജനിച്ച ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജനിച്ച കുട്ടിയെ കൊല്ലത്തും, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും ഒരു കുട്ടിയെ വിറ്റു. അങ്ങനെ 2 കുട്ടികളെ വിറ്റു എന്നുള്ളതാണ് ഈ കേസിൽ പോലീസ് കണ്ടെത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിന്റെ ആ രണ്ടാമത്തെ കേസ്, അതായത് തൊടുപുഴയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ ഈ പ്രധാന പ്രതിയെ, ഈരാറ്റുപേട്ടയിൽ അറസ്റ്റിലായ മൂപ്പിലി രാജ എന്ന് പറയുന്ന തമിഴ്നാട് സ്വദേശിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഈരാറ്റുപേട്ട പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. അതിനുശേഷം വീണ്ടും കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. ഇന്ന് മുട്ടം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകും. അവിടെ നിന്ന് പ്രതികളെ ലഭിച്ചാൽ കൂടുതൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്കും അതുപോലെ തന്നെ ഈ കൂടുതൽ വിൽപ്പനയുടെ കാര്യങ്ങൾ, കുട്ടിയെ വിറ്റതിന്റെ കാര്യങ്ങളടക്കം ലഭ്യമാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് 22-ാം തീയതിയാണ് ഈ തൊടുപുഴയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജനിച്ച കുട്ടിയെ വിറ്റത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂരിലെ കേസിൽ ചക്കരക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലും വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. എസ് കെ എൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.